ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 75 ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ 7 വർഷമായിട്ട് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, 2018 തൊട്ട് 25 വരെ. അപ്പോൾ ഇത്രയും വർഷങ്ങളെടുത്ത് നോക്കിയാൽ ഇപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരും ഇത്രയും വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഗെയിം തമ്മിൽ ഒരു കോമൺ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും പറയും നമ്മുടെ മലയാളി ഓഡിയൻസ്, നമ്മുടെ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയും ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. എന്നിട്ട് അവർ സാധനം ഇട്ട് കൊടുത്താലും മലയാളി ഓഡിയൻസിന് അതൊന്നും അവർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തില്ല. നല്ല ലോജിക്കുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മലയാളികൾ സ്വീകരിക്കുമെന്ന് പറയുകയും അങ്ങനെ അത്രയൊരു ഇന്റലിജൻസ് ഉള്ള ഓഡിയൻസ് ആണ് മലയാളികൾ കമ്പയർ ടു ദി അതർ സ്റ്റേറ്റ്സ്. സോ പക്ഷേ ബിഗ് ബോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മിനി സ്ക്രീനിൽ കാണുന്ന സീരിയൽസിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ ഈ ഒരു നിലവാരം എന്തുകൊണ്ടാണ് കുറഞ്ഞു വരുന്നത്? നമുക്കിപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ഇത്ര 75 ദിവസം എത്തി വന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇത് കാണാൻ പറ്റുന്ന ഒരു കോമൺ പാറ്റേൺ എന്ന് വെച്ചാൽ ഇവർ മേക്കേഴ്സ് തന്നെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസീവ് ഷോ ആണ്, നമ്മൾ മാറ്റത്തിന് വേണ്ടിയാണ്, ഇത് സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്, അങ്ങനെ സോഷ്യൽ എക്സ്പെരിമെന്റ് ഒരു ഗെയിമാണ്. ശരിയാണ്, സൊസൈറ്റിയിൽ കാണുന്ന കുറച്ച് എന്താ പറയാ എല്ലാ ടൈപ്പുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ഒന്ന്, എല്ലാ സീസണിലും എല്ലാ വർഷവും കാണുന്ന ഒരു കലിപ്പനായ സോക്കോൾഡ് ഒരു തന്ത വൈബ് അല്ലെങ്കിൽ അമ്മാവൻ വൈബുള്ള ഒരു കലിപ്പനായിട്ടുള്ള ആൾ. ഇവർക്ക് സ്ത്രീകളെ ഒരു ബഹുമാനം ഉണ്ടാവില്ല, ഇവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ സഹിക്കാൻ പറ്റില്ലാതായിരിക്കും, ഇവർക്ക് ആരെയും എന്ത് ഇവർ തോന്നുന്നത് വിളിച്ചു പറയും. പക്ഷേ ഇവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പുറത്ത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് ഇവർ കുറച്ച് ഫാൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർ ഓൾറെഡി പോകുന്നതിന് മുമ്പ് കുറച്ച് ഫാൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് പറഞ്ഞാലും ഈ ഫാൻസ് അങ്ങ് അലക്കി പഠിപ്പിച്ചെടുത്തോളും. ഒരു കാറ്റഗറി അത്. രണ്ടാമത് സോക്കോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. ഇപ്പോൾ സീസൺ 2 തൊട്ടാണ് അത് ഭയാനക ഇതാക്കി വന്നത്. പൊതുവെ ആൾക്കാർക്കൊന്നും അധികം അറിയപ്പെടാത്ത ഒരാളായിരിക്കും ഇവരിതിലേക്ക് വരും, എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നത്, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നത്, ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് എന്നുള്ള ഇതുണ്ടാക്കിയിട്ട് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റി അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് നിന്ന് പോകുന്ന ആൾക്കാർ. അതിന് ആക്ച്വലി ഇവർ ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ മലപ്പുറം ഒറ്റപ്പെടാണ്, ആരെങ്കിലും കുട്ടത്തിൽ നിർത്തിയാൽ പോലും ഇല്ല എനിക്ക് ഒറ്റപ്പെടണം എന്ന് പറഞ്ഞാൽ മാറിപ്പോയി ഒറ്റപ്പെട്ടിരിക്കുന്ന ആൾക്കാർ. അതൊന്ന്. പിന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഓർ കുലസ്ത്രീ കാറ്റഗറി. ഈ സീസണിൽ അതിന്റെ ഭയാനക പ്രശ്നമാണ് കേട്ടോ. വുമൺ കാർഡ്, കരച്ചിൽ കാർഡ്, വിക്ടിം കാർഡ്, കുലസ്ത്രീ, കുറച്ച് ഞരമ്പോ ടോക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മാക്സിമം ലെവൽ വെർഷനാണ് ഈ സീസണിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ആ ലേഡിനെയാണ് മലയാളത്തിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഐഡിയൽ വനിത, ഇവരെ പോലെ ആയിരിക്കണം, ബാക്കിയുള്ള പെണ്ണുങ്ങൾക്ക് എന്താ ഇവരെ പോലെ ആവാത്തതെന്ന് ചിന്തിച്ച് ഡക്കപ്പെട്ട് ഇവർക്കാണ് കപ്പ് കൊടുക്കണം. എന്തിനാണ് ഇവർ ഈ വൃത്തികളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മേക്കേഴ്സ് അല്ലെങ്കിൽ മോഹൻലാൽ സാർ വീക്കെൻഡിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആളെ മാത്രം അവർ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു, വളരെ മോശം, പാവം, എത്ര നല്ല കാര്യത്തിന് വേണ്ടി നിന്നിട്ട് ഇവർ ചീത്തയേക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു കാറ്റഗറി. പിന്നെ എല്ലാ വർഷവും നിങ്ങൾ ടോപ്പ് 5 ആൾക്കാർ ഇട്ടാൽ ഒരു ഗെയിമും ഇല്ല, കാണാൻ സൗന്ദര്യം മാത്രം കൊണ്ട് നിന്ന് പോകുന്ന ഒരാളുണ്ടാവും. അത് ഈ സീസണിലുണ്ട്. അത് മോസ്റ്റ്ലി ഫീമെയിൽ കണ്ടസ്റ്റൻസിലാണ് കണ്ടുവന്നിരിക്കുന്നത്. അത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെയിൽ വ്യൂവേഴ്സ് ആയിരിക്കുമല്ലോ. ഒരു ഗെയിം ഉണ്ടാവില്ല, കാണാൻ കുറച്ച് സൗന്ദര്യം ഉണ്ട്, കയറി പോകുക, ഒന്നും പറയാതെ വാ തുറക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മിനിമം 90 ഡേയ്സ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് സൗന്ദര്യം, നിങ്ങളുടെ സൗന്ദര്യത്തിന് വെച്ച് 4 എഡിറ്റും കാര്യങ്ങളും ആൾക്കാരുണ്ടായാൽ മതി. അവിടെ കൂടെയുള്ള ആരെങ്കിലും അലയൻസ് ഉണ്ടാക്കിയാൽ മതി. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്, അവർക്ക് ഗെയിമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും ഇനി ആൾക്കാർ കൂടുതൽ സപ്പോർട്ട്, ഇനി ആളാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ അടിമയായിട്ട് നിൽക്കുക. അടിമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫൈനൽ വരെ അല്ലെങ്കിൽ മാക്സിമം ഡേയ്സ് നിൽക്കാന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാർ. ആൻഡ് 2018 തുടങ്ങിയ ഗെയിം 2025 എത്തി നിൽക്കുമ്പോൾ പോലും ആൾക്കാർ ഗെയിമായിട്ട് കാണുന്നില്ല. വ്യൂവേഴ്സ് എസ്പെഷ്യലി ആരെങ്കിലും ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾ, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ആളെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ പറയാത്ത കാര്യമില്ല. അവരുടെ പേഴ്സണൽ ലൈഫ്, പ്രൊഫഷണൽ ലൈഫ് എല്ലാത്തിനും ആൾക്കാർ പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വലിച്ചു താഴെ ഇടാൻ നോക്കുക. ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ തീരുമാനം ഇയാളാണ് വിന്നർ, പിന്നെ ബാക്കി എന്ത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യം ഇയാൾ തന്നെ വിന്നർ. അപ്പോൾ ഈ നമ്മുടെ ഓഡിയൻസിന് ഇത്രയും വരുന്ന ഇന്റലിജൻസ് എന്തുകൊണ്ടായിരിക്കും ഈ കാര്യത്തിലില്ലാത്തത്? അതോ ഇത് ശരിക്കും ജെനുവിൻ വ്യൂവേഴ്സ് അല്ല, വെറും PR ഏജൻസികളാണ് ഇങ്ങനെ കണ്ടസ്റ്റൻസിനൊക്കെ ഹൈപ്പ് ചെയ്യുന്നത്? അതോ ഞാൻ ഈ റീസെന്റ് ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു പറഞ്ഞു നമ്മൾ ഇന്റലിജന്റ് ആയിട്ടുള്ള കണ്ടന്റിന് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള കണ്ടന്റിന് ഓഡിയൻസ് കുറവായിരിക്കും, കുറച്ച് ഫൂളിഷ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക